മുടി കൊഴിച്ചിൽ കാരണം കോൺഫിഡൻസ് കുറവാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് ഞാനും വന്നിരിക്കുന്നത്. വീഡിയോ വേഗം സേവ് ചെയ്ത് വെച്ചോ. ഹായ് പോൾ, എങ്ങനെയുണ്ട് ഒരു GST എടുത്തതിന് ശേഷം? എനിക്ക് മാറ്റം തോന്നുന്നുണ്ട് നല്ലപോലെ. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ടൗലിലൊക്കെ നല്ലപോലെ മുടി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹെയർ ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രൊസീജിയറിലേക്ക് മൂവ് ചെയ്യാം. ഇതിപ്പോ എങ്ങനെയാ മാറ്റം ഉണ്ടാവും? നമ്മൾ ഫസ്റ്റ് PRP കഴിഞ്ഞതിന് ശേഷം ഈ ചെറിയ ചെറിയ മുടി കാണണോ? പുതിയ മുടികൾ തന്നെ? അതെ, അതാണ് ബേബി ഹെയർ. പെയിൻ വല്ലതും തോന്നുന്നുണ്ടോ? ലൈറ്റായിട്ട്, അത്ര പെയിനൊന്നുമില്ല. PRP സ്റ്റെബിലൈസേഷനെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ GFC ചെയ്യുമ്പോൾ നമുക്ക് ന്യൂ ബേബി ഹെയർസിന്റെ ഗ്രോത്ത് തന്നെ കിട്ടും. അല്ല, നമ്മൾ എത്ര GFC ചെയ്യണം നമുക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടണമെങ്കിൽ? ആദ്യം ഒരു 3 to 5 സെഷൻസ് ഡിപ്പെൻഡിങ് ഓൺ പേഷ്യന്റ് ആണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു ചെക്കപ്പ് ചെയ്യണം. അപ്പൊ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും അടുത്ത നെക്സ്റ്റ് സെഷൻസ് എപ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. ഹെയർ ലോസ് കാരണം ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ അഫോർഡബിൾ പ്രൈസിൽ PRP GFC എടുക്കാനായിട്ട് നമ്മുടെ കൊച്ചിയിലുള്ള റിവൈവ് ഓറ എസ്തെറ്റിക്സിലേക്ക് പറയാം. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചി MG റോഡ്.